നമസ്കാരം. ഇലക്ട്രിക്കൽ പാനലും മെയിൻ്റനൻസും എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 1. പാർട്ട് 1ലെ വിഷയങ്ങൾ: സ്കീമാറ്റിക് ഡയഗ്രം, പാനലിലെ പൊതുവിവരങ്ങൾ. LV വിഭാഗത്തിൽ ഇലക്ട്രിക്കൽ മെയിൻ പാനലിന് മെയിൻ സ്വിച്ച് ബോർഡ്, അതായത് MSB എന്നും അറിയപ്പെടും. സിംഗിൾ MSBയുടെ പരമാവധി കറണ്ട് റേറ്റിംഗ് 2500 ആംപിയർ ആയിരിക്കും. MSBയിൽ നിന്നും സബ് മെയിൻ ബോർഡിലേക്ക് എത്തുന്ന വൈദ്യുതി അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് വഴി കെട്ടിടത്തിനുള്ളിലെ ആഭ്യന്തര ഉപകരണങ്ങളിലേക്ക് എത്തിക്കുന്നു. MSB മുതൽ SMB വരെയും SMB മുതൽ DB വരെയും ബന്ധിപ്പിക്കുന്നതിന് സുരക്ഷിത കവചമുള്ള കേബിളുകളും DB മുതൽ എല്ലാ ആഭ്യന്തര ഉപകരണങ്ങളും കണക്ട് ചെയ്യാൻ സാധാരണ PVC കേബിളുകളാണ് ഉപയോഗിക്കുന്നത്. സ്കീമാറ്റിക് ഡയഗ്രം. എല്ലാ കെട്ടിടങ്ങളിലും സ്കീമാറ്റിക് ഡയഗ്രം ഇലക്ട്രിക്കൽ റൂമിൽ ലഭ്യമാണ്. സ്കീമാറ്റിക് ഡയഗ്രവും അതിലെ ഓരോ വിഭാഗവും കെട്ടിടത്തിന്റെ പവർ സിസ്റ്റത്തെ എങ്ങനെയെല്ലാമാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നത് ഇവിടെ വിവരിക്കുന്നു. അതിനാൽ നമുക്ക് സ്കീമാറ്റിക് ഡയഗ്രത്തിലൂടെ ഈ ഭാഗം ആരംഭിക്കാം. സ്കീമാറ്റിക് ഡയഗ്രം എന്നത് യഥാർത്ഥ രൂപത്തിന് പകരം സിസ്റ്റങ്ങളുടെ ഘടകങ്ങളെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വിശദമാക്കുന്ന ഒരു പ്രത്യേക രൂപരേഖയാണ്. അർത്ഥം എളുപ്പമാക്കുന്നതിന് ലളിതമായ ഘടകങ്ങൾ ഉപയോഗിച്ച് സിസ്റ്റത്തിലെ ആവശ്യ വിവരങ്ങൾ നൽകുകയാണ് സ്കീമാറ്റിക് സാധാരണയായി ചെയ്യുന്നത്. പ്രധാന വിവരങ്ങൾക്ക് പ്രസക്തമല്ലാത്ത എല്ലാ വിശദാംശങ്ങളും സ്കീമാറ്റിക് നീക്കം ചെയ്യും. സ്കീമാറ്റിക് ഡയഗ്രം മനസ്സിലാക്കുന്നതിന് പ്രധാനമായി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതിനെല്ലാമാണ് ചിഹ്നങ്ങൾ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ വിശദമായി മെയിൻ്റനൻസ് വിഭാഗം ട്യൂട്ടോറിയലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങളുടെ പരിപാലനത്തിനും മെയിൻ്റനൻസിനും സിംഗിൾ ലൈൻ സ്കീമാറ്റിക് ഡയഗ്രമുകൾ കൂടുതലായി ഉപയോഗിക്കും. സ്കീമാറ്റിക് ഡയഗ്രമുകൾ 3-ഫേസ് സിസ്റ്റത്തിന്റെ വിശദാംശങ്ങൾ ലളിതമാക്കുകയും ചെയ്യുന്നു. കൂടാതെ 3 ലൈനുകൾക്ക് പകരം ഒരു ലൈൻ ഉപയോഗിക്കുന്നതിനാൽ ഇതിനെ സിംഗിൾ ലൈൻ ഡയഗ്രം എന്നും പറയുന്നു. വായിക്കാനും അത് ഫോളോ ചെയ്യാനും 3 ലൈനുകളേക്കാൾ വളരെ എളുപ്പമാണ് സിംഗിൾ ലൈൻ ഡയഗ്രം. 3 ലൈൻ ഡയഗ്രം സ്കീമാറ്റിക് ആയി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് അത്ര സാധാരണമല്ല. മൂന്ന് പേജിലെ ഒരു 3 ലൈൻ ഡയഗ്രം ഒരു പേജിലേക്ക് ലളിതമായി സിംഗിൾ ലൈൻ സ്കീമാറ്റിക്കിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണാൻ കഴിയും.
ഇലക്ട്രിക് സർക്യൂട്ട് സിസ്റ്റത്തിൻ്റെ സാധാരണ ഒരു സ്കീമാറ്റിക് ഡ്രോയിങ് ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സബ് മെയിൻ ബോർഡ്, കൺട്രോൾ സെക്ഷൻ, മെയിൻ സർക്യൂട്ട് ബ്രേക്കർ, ട്രാൻസ്ഫോർമർ, പവർ സോഴ്സ് എന്നിവ മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഓരോന്നും. പവർ സോഴ്സ്, അതായത് പവർ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്ന വോൾട്ടേജാണ്. ഇത് ഹൈ വോൾട്ടേജാണ്. ആ വോൾട്ടേജ് എത്തുന്നത് ട്രാൻസ്ഫോർമറിലേക്കാണ്. HV LVയിലേക്ക് മാറ്റുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് പ്രധാന സർക്യൂട്ട് ബ്രേക്കർ. ഈ വൈദ്യുതി പ്രധാന സർക്യൂട്ട് ബ്രേക്കറിലേക്കാണ് എത്തുന്നത്. അത് സാധാരണയായിട്ട് എയർ സർക്യൂട്ട് ബ്രേക്കർ ആയിരിക്കും. അവിടെ നിന്ന് കൺട്രോൾ സെക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കൺട്രോൾ സെക്ഷൻ എന്ന് പറയുന്നത് ഈ പാനലിലേക്ക് ആവശ്യമായിട്ട് വരുന്ന എല്ലാ കൺട്രോളുകളും ഈ ഭാഗത്താണുള്ളത്. മെയിൻ പാനലിൽ നിന്നും സബ് മെയിൻ പാനലിലേക്ക് കടക്കുന്ന ഒരു ബ്രേക്കർ ഉണ്ട്. ആ ബ്രേക്കറാണ് SMBയിലേക്കുള്ള വൈദ്യുതി നിയന്ത്രിക്കുന്നത്. SMBയിലേക്ക് എത്തുന്ന വൈദ്യുതി അവിടെ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് കടക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ നിന്നും മറ്റ് ഉപകരണങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് മെയിൻ പാനലിൻ്റെ ഒരു ജനറൽ ഡ്രോയിങ് ആണ്, പുറമേ ഉള്ളൊരു കാഴ്ചയാണ്. അതുകൂടാതെ ഇതിൻ്റെ അകത്തെ ഒരു വ്യൂ ഉണ്ട്, അതായത് ബസ് ബാർ, ബ്രേക്കറുകൾ എല്ലാം പാനലിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു വ്യൂ. അതുപോലെ തന്നെയാണ് സബ് മെയിൻ ബോർഡിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെയും ഒരു ഇന്റേണൽ വ്യൂ ആണ് ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. വൈദ്യുതി വിതരണം, പ്രധാന പാനലിലേക്കുള്ള വൈദ്യുതി വിതരണം 3 ഫേസ് ന്യൂട്രൽ ആയിരിക്കും. വിവിധ രാജ്യങ്ങളിൽ 3 ഫേസ് വോൾട്ടേജുകൾ വ്യത്യസ്തമാണ്. അവ യഥാക്രമം 440, 415, 400, 380, 220 വോൾട്ടേജ് എന്നിവയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് 415 വോൾട്ടേജാണ് എടുത്തിരിക്കുന്നത്. 3 ഫേസ് വോൾട്ടേജ്, സിംഗിൾ ഫേസ് വോൾട്ടേജും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ് ടു ഫേസ് 415 വോൾട്ടേജ്, ഫേസ് ടു ന്യൂട്രൽ സിംഗിൾ ഫേസ് 240 വോൾട്ടേജ്. ഭാഗം 1 ഇവിടെ അവസാനിക്കുന്നു. ഇലക്ട്രിക്കൽ പാനലിൻ്റെ ട്യൂട്ടോറിയൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് അടുത്ത ഭാഗത്തിൽ തുടരും. താങ്ക് യു ഫോർ വാച്ചിങ് ദ ട്യൂട്ടോറിയൽ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.